ജാമ്യാപേക്ഷയിലുള്ള വിധി ഇന്ന് വരുമ്പോൾ ഏറ്റവും സുപ്രധാനം കോൺഗ്രസ് ഇനി ഇതിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ്. കാരണം പലതരത്തിലുള്ള സൂചനകൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കിക്കൊണ്ടുള്ള ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകൾ കൂടിയാണ്. എന്തായാലും നടപടി വൈകുന്നതിൽ മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ ഉടൻ നടപടിയെടുക്കുമെന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുകയാണ്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനും അന്വേഷണ സംഘത്തിനും കോൺഗ്രസിനും നിർണായക ദിവസം തന്നെയാണ്. ഇന്ന് നിർണായക തീരുമാനം എടുക്കേണ്ടതുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ, മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു വിധി വന്നതിന് ശേഷം ആ തീരുമാനം പ്രതീക്ഷിച്ചാൽ മതിയോ? ജിൽസി, ഇന്നലെ തന്നെ ഒരുപക്ഷെ നടപടി ഉണ്ടാകുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. നേതാക്കൾ രാവിലെയൊക്കെ നൽകിയ പ്രസ്താവനകൾ, അവരുടെ വാക്കുകളിൽ നിന്നൊക്കെ അക്കാര്യം വ്യക്തവുമായിരുന്നു. പക്ഷേ പിന്നീട് KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് നടപടി ഇല്ല, ആവശ്യപ്പെടുന്ന സമയത്ത് നടപടി എന്നുള്ള നിലയിലേക്കുള്ള നിലപാട് മാറ്റം ഉണ്ടായത്. എന്നാലും നിലവിൽ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം എന്ത് തീരുമാനമെടുക്കുന്നു ആ തീരുമാനം അംഗീകരിക്കാം എന്നുള്ള നിലപാട് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കാം എന്നുള്ള ഒരു നിർദ്ദേശം അത് നിലവിൽ ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. കാരണം രണ്ടാമത്തെ പരാതി അത് ഹൈക്കമാൻഡ് ലഭിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെയാണ് ആ പരാതി ലഭിച്ചത്. ആ പരാതിയിൽ കൂടി നിലവിൽ എന്തായാലും FIR രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെ ചുമക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് നിലവിൽ ഒട്ടുമിക്ക മുതിർന്ന നേതാക്കളും എത്തിയിട്ടുള്ളത്. നിലവിൽ ഈ നടപടി വൈകുന്നതിൽ അതൃപ്തിയുമുണ്ട്. ആ അതൃപ്തി ചില നേതാക്കളൊക്കെ പരസ്യമായി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് മുൻ അധ്യക്ഷൻ VM സുധീരൻ തന്നെ പറഞ്ഞത് ഇനിയും കാത്തിരിക്കേണ്ട കാര്യമില്ല, ടെക്നിക്കൽ സാങ്കേതികത്വത്തിൽ തൂങ്ങിയുള്ള ഒരു നടപടി ഒഴിവാക്കൽ അത് വേണ്ട എന്നുള്ള നിലപാടാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇന്ന് നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. ഇന്നലെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരുപക്ഷെ വിധിയുണ്ടാകും, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ മുന്നിൽ കണ്ടായിരുന്നു ഇന്നലെ നടപടി സ്വീകരിക്കാമെന്നുള്ളൊരു നിലപാടിലേക്ക് മുതിർന്ന നേതാക്കൾ എത്തിയത്. പക്ഷേ ഇന്നലെ ആ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നത്തേക്ക് കൂടുതൽ വാദത്തിനും ഒപ്പം തന്നെ വിധി പറയാനും ഒക്കെയായി മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം വന്നയുടൻ നടപടി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ എന്തായാലും സംസ്ഥാന നേതൃത്വം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരും ആ അഭിപ്രായം തന്നെ നേരത്തെ സംസ്ഥാന നേതൃത്വത്തെ സണ്ണി ജോസഫിനെ അറിയിച്ചിട്ടുമുണ്ട്. മുരളീധരൻ കുറച്ചുകൂടി കടുത്ത നിലപാടാണ് ഇന്നലെ മുതൽ സ്വീകരിക്കുന്നത്. ഇനിയും ചുമക്കേണ്ട കാര്യമില്ല എന്നുള്ള നിലപാട് തന്നെയാണ് നിലവിൽ എന്തായാലും മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ ഒടുവിൽ കഴിയുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പൂർണ്ണമായ വിഷയം അത് രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരായ കേസും ലൈംഗികാരോപണവും ഒക്കെയായി മാറുകയും ചെയ്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ നിലവിൽ തെരഞ്ഞെടുപ്പിന് 4 ദിവസം മാത്രം ബാക്കിയിരിക്കെ നടപടി സ്വീകരിക്കാതിരുന്നാൽ അത് വലിയ തിരിച്ചടിയാകും. LDF അത് വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കി നിലവിൽ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ സർക്കാരിനെതിരായ വികാരങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകേണ്ട തെരഞ്ഞെടുപ്പിൽ ആ മുഴുവൻ ചർച്ചയും അത് പൂർണ്ണമായും വഴിമാറ്റുന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം നിലവിൽ ഉയർന്നു വരികയും കൂടുതൽ പരാതികളൊക്കെ ഉയർന്നു വരികയും ചെയ്തത്. അതുകൊണ്ട് തന്നെ നടപടി ഉറപ്പ് എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. PC വിഷ്ണുനാഥ് വർക്കിംഗ് പ്രസിഡന്റാണ്. അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോഴും നടപടി ഉചിതമായ സമയത്തുണ്ടാകും, ഉടനടി തന്നെ അത് ഉണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. ഒരു ചർച്ചയിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നേതൃത്വം പൂർണ്ണമായും എത്തിയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ വിധി വരും മുമ്പ് നടപടി സ്വീകരിച്ചാൽ വിധി രാഹുലിന് അനുകൂലമാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള നിലപാട് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ വിധി വന്നു കഴിഞ്ഞ് നടപടി എന്നുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ എന്തായാലും ഇപ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം എത്തിയിരിക്കുന്നത്. ജിൽസി, ശരി, ജിൻവായന്തോടാണ് വിവരങ്ങൾ നൽകിയത്.